നമസ്കാരം, ക്യാപ്റ്റൻ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ചിരിക്കും ചിന്തയ്ക്കും മാറ്റുകൂട്ടുന്ന ഒരു കലാരൂപമാണ് സിനിമ. ഷാഗി കബീറിന്റെ രചനയിൽ ജീത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഫിലിമിനെ കുറിച്ച് ഒരു ചെറിയ റിവ്യൂ നടത്താമെന്ന് കരുതി. സംവിധായകൻ തന്നെയാണ് താരങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നത് വെറും വാക്കല്ല. 2.5 മണിക്കൂർ സമയം ഒരു ക്രൈം സ്റ്റോറി പ്രേക്ഷകരെ ആകാംക്ഷയോടെ പിടിച്ചിരുത്തുന്നതിൽ സംവിധായകനും സഹപ്രവർത്തകരും വിജയിച്ചു എന്നത് അഭിനന്ദനീയം തന്നെ. 1997 ഭാസിൽ ഒരുക്കിയ അനിയത്തിപ്രാവിൽ തുടങ്ങി രതീഷ് ബാലകൃഷ്ണൻ ഒരുക്കിയ എന്നാൽ താൻ കേസുകൊടു വരെയുള്ള ചാക്കോച്ചന്റെ മാറ്റം നാം കണ്ടതാണ്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തനായിരുന്നു ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ പ്രകടനം. ഇൻട്രോ സീനിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചാക്കോച്ചനെയല്ല അവിടെ കണ്ടത്. രൂപവും ഭാവവും ശബ്ദവും ഒക്കെ മാറിയിരിക്കുന്നു. ഒരു കഥാപാത്രത്തിനെ തിരശ്ശീലയിൽ എത്തിക്കാൻ സംവിധായകൻ എടുക്കുന്ന ശ്രമങ്ങളോട് താരങ്ങൾ നീതി പുലർത്തുമ്പോൾ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാനുള്ള സിനിമകൾ പിറവിയെടുക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ജഗദീഷേട്ടനും ഒട്ടും പിന്നിലല്ല. ചിരിക്കാനും ചിരിപ്പിക്കാനുമല്ല, മാസ്മരികമായ അഭിനയ മികവ് തന്നിലുണ്ടെന്ന് പുതുതലമുറയിലെ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ബോധ്യമായ കുറേയേറെ കഥാപാത്രങ്ങളെ അദ്ദേഹവും തിരശ്ശീലയിൽ എത്തിച്ചു കഴിഞ്ഞു. വയലൻസും ക്രൈം സ്റ്റോറികളും സിനിമാ ലോകം അടക്കി വാഴുന്നു എന്ന വിമർശനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. സിനിമകൾ കുടുംബസമേതം തിയേറ്ററുകളിൽ പോയി കാണുന്നവർക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഒരു ക്രൈം സീനിൽ പോലും നമ്മളാരും ഉൾപ്പെടരുത് എന്നും വയലൻസ്, ഡ്രഗ്സ് എന്നിവയുടെ ഉപയോഗം ജീവിതത്തിൽ നഷ്ടം മാത്രമേ നൽകൂ എന്ന സന്ദേശമാണ് അത്തരം സിനിമകളെന്ന് വിമർശകർ ഓർക്കണം. ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ തന്നെ പോയി കാണുവാൻ സിനിമ ആസ്വാദകർ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.